യെസ്, ഇതാണ് ഈ മെട്രോയുമായി ബന്ധപ്പെട്ട് ഇനി കടമ്പകൾ ഏറെയുണ്ട്. എന്തുകൊണ്ട് ഈ പദ്ധതി ഇതുവരെ നീണ്ടുപോയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് വി വിനോദ് എക്സ്പ്ലെയിനറിലൂടെ വിശദീകരിച്ചത്. എങ്കിൽ ഇപ്പോൾ അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജയ്, നേരത്തെ വന്ദേ ഭാരത്, മൂന്നാമത്തെ വന്ദേ ഭാരത് എത്തുമ്പോൾ തീർച്ചയായും ഇതെല്ലാം വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികൾ തന്നെയാണ്. പക്ഷേ ഇതിനെല്ലാം ചില രാഷ്ട്രീയ സ്വഭാവം കൂടിയുണ്ട്. രാഷ്ട്രീയമായി കൂടി തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഘട്ടങ്ങളിലൊക്കെയാണ് ഇത്തരം വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുള്ളത്. ഇപ്പോഴിതാ മെട്രോ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടക്കുന്നു. അതും തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. നേരത്തെ വി വിനോദിൻ്റെ എക്സ്പ്ലെയിനറിൽ തന്നെ സൂചിപ്പിച്ചു, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ആരംഭിച്ചിരുന്നതാണ്. പിന്നീട് അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ 10 വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും ഈ പദ്ധതി മുട്ടിൽ ഇഴയുകയോ അല്ലെങ്കിൽ അതിൻ്റെ ശൈശവാവസ്ഥയിൽ എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പദ്ധതി നടപ്പിലാകുന്നുവെങ്കിൽ ഏത് നിലയിൽ ആണ് അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകാൻ പോകുന്നത്? പ്രത്യേകിച്ച് ടെക്നോ പാർക്കും തമ്പാനൂരും മെഡിക്കൽ കോളേജും വിമാനത്താവളവും എല്ലാം ബന്ധിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി തിരുവനന്തപുരം നഗരത്തെ ഒന്നടങ്കം സ്പർശിച്ചുകൊണ്ട് ഈ റെയിൽവേക്ക് അല്ലെങ്കിൽ ഈ മെട്രോയ്ക്ക് കടന്നു പോകാൻ സാധിക്കില്ലേ? അഭിലാഷ്, ഇപ്പോൾ പുതുതായിട്ട് തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ പോകുന്ന തിരുവനന്തപുരം മെട്രോയുടെ മാപ്പാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള മാജിക് വാളിലുള്ളത്. ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാൻ സാധിക്കും, തലസ്ഥാനത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള പാക്കേജ് തന്നെയാണ് ഈ മെട്രോ റെയിൽ എന്ന് പറയുന്നത്. എല്ലാ തലസ്ഥാനത്തെയും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, ബസ് സ്റ്റാൻഡുകളാകട്ടെ, എയർപോർട്ടാകട്ടെ, അതുപോലെ തന്നെ ഏറ്റവും ഇപ്പോൾ IT പാർക്കായിട്ടുള്ള ഇപ്പോൾ ടെക്നോ പാർക്കാകട്ടെ, എല്ലാത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മെട്രോ സർവീസ് തന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നിലവിലുള്ള ഈ അലൈൻമെൻറ്റ് പ്രകാരം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് പ്രാവർത്തികമാക്കാൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി അതിന് എത്ര സമയമെടുക്കും എന്നുള്ളത് ഉൾപ്പെടെയാണ് നമുക്കിനി നോക്കിക്കാണേണ്ടത്. സർക്കാർ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുന്നത് 6 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ശ്രീകാര്യം മേൽപ്പാലം ഇപ്പോൾ അതിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഉള്ളൂർ മേൽപ്പാലം തുടങ്ങി ഇനി മറ്റ് മേൽപ്പാല പദ്ധതികൾ കൂടി ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് നൽകിയിട്ടുണ്ട് എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനി ആദ്യഘട്ട ഒരു മേൽപ്പാല നിർമ്മാണം അല്ലെങ്കിൽ ആദ്യഘട്ട സൗകര്യ വികസനങ്ങൾ ഇതെല്ലാം പൂർത്തിയായി 6 മാസത്തിനകം തന്നെ ഇതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിർമ്മാണം തുടങ്ങി വയ്ക്കും എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. BJP ഒരു ശക്തമായിട്ടുള്ള എതിരാളിയായിട്ട് അപ്പുറത്തുണ്ട്. അപ്പോൾ അത് കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഇതാണോ എന്നുള്ള സംശയങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനു മുൻപേ DPR ഉൾപ്പെടെ പുറത്തു വന്ന് ഏതാണ്ട് അവസാന ഘട്ടം വരെ എത്തിയ പദ്ധതിയാണ്. പിന്നീട് എല്ലാം തള്ളിപ്പോയി. പിന്നീട് ഇതിൻ്റെ പദ്ധതി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് കൈമാറുന്നു. ആദ്യം കേരള റാപ്പിഡ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരുന്നു. അത് പിന്നീട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് കൈമാറുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് നടത്തിയ ഇപ്പോൾ കോംപ്രിഹെൻസീവ് സ്റ്റഡി റിപ്പോർട്ട് വന്നു. അതിനുശേഷം ആണ് ഇപ്പോൾ ഇത്തരമൊരു അലൈൻമെൻറ്റ് തയ്യാറാക്കിയത്. ഇനി DPR ഉൾപ്പെടെ വരേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പാപ്പനംകോട് നിന്നാണ്. പാപ്പനംകോട് നിന്ന് തുടങ്ങി പിന്നെ കൈമനം, കരമന, കിള്ളിപ്പാലം തുടങ്ങി അങ്ങനെ ആണ് ഇത് കടന്നു പോകുന്നത്. പിന്നെ അടുത്ത് പാപ്പനംകോട് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ വരുന്നത് ട്രിവാൻഡ്രം സെൻട്രലാണ്, അതായത് തമ്പാനൂർ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഡയറക്റ്റ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട സ്റ്റേഷൻ സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണ്. പിന്നീട് പാളയം, പാപ്പനംകോട്, പട്ടം തുടങ്ങി അങ്ങോട്ട് പോവുകയാണ്. പിന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരുപാട് പേരെ ആശ്രയിക്കുന്ന ഒരു സ്റ്റേഷനാണ്. പിന്നെ നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടത് ഇതിൽ മൊബിലിറ്റി ഹബ്ബ് വരുന്നത് പാപ്പനംകോട് ഒരു മൊബിലിറ്റി ഹബ്ബ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്തൊരു മൊബിലിറ്റി ഹബ്ബ് വരുന്നത് മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ മെഡിക്കൽ കോളേജ് ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. പിന്നീട് ഇതിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഷേപ്പിലൊരു വളഞ്ഞാണ് ഇതിൻ്റെ ഒരു പോക്കെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് തലസ്ഥാനത്തിൻ്റെ ഈ നഗരത്തിൻ്റെ ഹൃദയ മേഖലകളിൽ കൂടി കടന്ന് പിന്നീട് ഇത് ഒരു ബൈപ്പാസ്
ടച്ച് ചെയ്ത് പിന്നെ ബൈപ്പാസിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കാണ് പിന്നീടുള്ള ഇതിൻ്റെ ഒരു പോക്കെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നീട് ഉള്ളൂർ, പോങ്ങുമൂട്, പിന്നെ ശ്രീകാര്യം അതുവഴി കറങ്ങി പിന്നെ കാര്യവട്ടം വഴി പിന്നെ ടെക്നോ പാർക്കിലേക്കാണ് ഇതിൻ്റെ ഒരു വരവെന്ന് പറയുന്നത്. ടെക്നോ പാർക്ക് ക്യാമ്പസിൻ്റെ എല്ലാ മേഖലകളിലും ടെക്നോ പാർക്ക് ഫേസ് 1 ആകട്ടെ, ഫേസ് 2 ആകട്ടെ, ഫേസ് 3 ആകട്ടെ എല്ലാം ടച്ച് ചെയ്ത് പിന്നീട് വീണ്ടും വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ കാര്യവട്ടം മറ്റൊരു മൊബിലിറ്റി ഹബ്ബാണ്. മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ കാര്യവട്ടം മറ്റൊരു പ്രധാനപ്പെട്ട മൊബിലിറ്റി ഹബ്ബാണ്. പിന്നീട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ട്രിവാൻഡ്രം നോർത്ത്, അതായത് കൊച്ചുവേളി, അതൊരു മെയിൻ സ്റ്റോപ്പാണ്. അവിടെ നിന്ന് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരിക്കും. പിന്നീട് തിരുവനന്തപുരം എയർപോർട്ടിലേക്കും സ്റ്റോപ്പുണ്ട്, അവിടെയും ഒരു ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇത് എൻഡ് ചെയ്യുന്നത് ഈഞ്ചക്കല്ലാണ്. ഈഞ്ചക്കല്ലും മറ്റൊരു മൊബിലിറ്റി ഹബ്ബ് ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മൊത്തം 31 കിലോമീറ്ററാണ്. 31 കിലോമീറ്ററിൽ 27 സ്റ്റോപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം നോക്കുകയാണെങ്കിൽ കൊച്ചി മെട്രോ ആദ്യം 27 കിലോമീറ്റർ ആയിരുന്നു. 27 കിലോമീറ്ററിൽ 25 കിലോമീറ്ററിൽ 23 സ്റ്റോപ്പ് വരുന്ന രീതിയിലായിരുന്നു കൊച്ചി മെട്രോ ആദ്യം ഡിസൈൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ആദ്യഘട്ട കൊച്ചി മെട്രോയുടെ ഒരു നിർമ്മാണത്തിനേക്കാൾ ഇപ്പോൾ തിരുവനന്തപുരം മെട്രോയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടി മുകളിലേക്ക് നിൽക്കത്തക്ക രീതിയിലാണ് 31 കിലോമീറ്റർ രീതിയിൽ നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളെയും അതുപോലെ തന്നെ ഔട്ടർ സിറ്റി മേഖല ബൈപ്പാസിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും ടച്ച് ചെയ്യുന്ന രീതിക്ക് 31 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഒരു മെട്രോ ആയിട്ടാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. മൊത്തം 27 സ്റ്റേഷനുകളാണുള്ളത്. അതായത് കൊച്ചിയുടെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന 23-ൽ നിന്ന് 27-ലേക്ക് ഒരു അപ്ഗ്രേഡ് ഇതിലും ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം തുടങ്ങിയിട്ടുള്ളവ ഇപ്പോൾ തന്നെ ഇതിൻ്റെ മാപ്പിൽ ഇന്നലെ മുഖ്യമന്ത്രി പങ്കുവച്ചിരുന്ന മാപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. അതായത് നെയ്യാറ്റിൻകരയിലേക്ക്, പാപ്പനംകോട് നിന്ന് താഴേക്ക്, പിന്നെ നെയ്യാറ്റിൻകരയിലേക്ക് അടുത്ത ഘട്ടം ജോയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കാര്യവട്ടത്ത് നിന്ന് പിന്നീട് മുകളിലേക്ക്, പിന്നെ ആറ്റിങ്ങലിലേക്ക് അടുത്ത ഘട്ടം പോകുന്നുണ്ട്. പിന്നെ ഈഞ്ചക്കൽ നിന്ന് പിന്നീട് വീണ്ടും സദേൺ മേഖലയിലേക്ക് വിഴിഞ്ഞം ടച്ച് ചെയ്യുന്ന രീതിയിൽ അടുത്ത ഘട്ട നിർമ്മാണം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അടുത്ത ഇതിൻ്റെ സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് ആയിട്ടുള്ള നിർമ്മാണ പദ്ധതികളുടെ ഒരു സൂചന കൂടി മുഖ്യമന്ത്രി ഇന്നലെ പങ്കുവച്ചിരുന്ന ആ മാപ്പിലുണ്ട്. മാത്രമല്ല പലരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴും തെറ്റായിട്ട് പറയുന്ന ഒരു കാര്യം, തിരുവനന്തപുരം മെട്രോ അതിനെ ലൈറ്റ് മെട്രോ ആയിട്ട് പറയുന്നുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ഈ കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ്റെ ആദ്യഘട്ട പഠനം അനുസരിച്ചാണ് തിരുവനന്തപുരത്തിന് ലൈറ്റ് മെട്രോ നൽകാനുള്ളൊരു തീരുമാനം എടുത്തിരുന്നത്. എന്നാൽ അത് പിന്നീട് മാറുകയായിരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ ആലോചിച്ചിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ മോണോ റെയിൽ ആലോചിച്ചിരുന്നു. ഇത്തരം പദ്ധതികളെല്ലാം ആദ്യഘട്ട ആലോചനയിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ പഠനത്തിൽ, അതായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് ഈ പഠനം നൽകിയതിന് ശേഷം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സമർപ്പിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയിലാണ് തിരുവനന്തപുരം അതിവേഗം വളരുന്ന ഒരു നഗരമാണെന്ന് കണ്ടെത്തുകയും അതിവേഗം ഇവിടുത്തെ ട്രാഫിക് സൗകര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി ലൈറ്റ് മെട്രോ സംവിധാനം അത് പര്യാപ്തമാകില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് ഒരു സാധാരണ ഒരു കൺവെൻഷണൽ മെട്രോ എന്നുള്ള പദവി തിരുവനന്തപുരം മെട്രോയ്ക്ക് നൽകാനുള്ള തീരുമാനത്തിലേക്ക് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് വരികയുമായിരുന്നു. അത് ഇന്നലെ സർക്കാർ സമർപ്പിച്ചിരുന്ന അലൈൻമെൻറ്റിൻ്റെ ഉത്തരവായിട്ടുള്ള ഈ കോപ്പിയിൽ തന്നെ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ട്രാഫിക് സംവിധാനങ്ങൾ സഫീഷ്യൻ്റ് അല്ലാത്തത് കാരണം തിരുവനന്തപുരത്തൊരു നോർമൽ മെട്രോ, ഒരു കൺവെൻഷണൽ മെട്രോ, അതായത് കൊച്ചി മെട്രോയ്ക്ക് സമാനമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിൽ സമാനമായിട്ടുമുള്ള ഒരു മെട്രോ ആയിരിക്കും തിരുവനന്തപുരത്ത് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ട്രിവാൻഡ്രം ലൈറ്റ് മെട്രോ അല്ല, ട്രിവാൻഡ്രം മെട്രോ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഇത് അലൈൻമെൻറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി DPR ഉൾപ്പെടെയുള്ളവ എന്ന് വരുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. യെസ്, ഇതാണ് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്, പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിലെ നിരവധിയായ ആളുകൾക്ക് ഏറ്റവും അനുഗ്രഹീതമായി മാറാൻ സാധ്യതയുള്ള ഒരു പദ്ധതി തന്നെയാണ്. ആ പദ്ധതി ഇനിയും ഏറെ ദൂരമുണ്ട് മുന്നോട്ട് പോകാൻ. എന്നിരിക്കലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില അതിഥികൾ കൂടി നമ്മളോടൊപ്പം